ഒരുപക്ഷെ പിണറായി വിജയൻ മത്സരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മറ്റൊരാൾ എന്നൊരു തീരുമാനമായിരിക്കുമോ വരുന്നത് എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. നമുക്ക് അങ്ങനെയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഘടികാര സൂചി ഒരൊറ്റ ഒരു 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 നിമിഷത്തേക്ക് ഒരു മിനിറ്റ് ഒരു നിമിഷത്തേക്ക് ഒന്ന് നിൽക്കുമായിരുന്നു എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട്. കാരണം അതൊരു നമ്മൾ ഈ മിസ്സിങ് ബീറ്റ് എന്ന് പറയില്ലേ, ആ നിലയ്ക്ക് ഇത് നോക്കൂ. നമ്മൾ എത്ര വർഷത്തെ എത്ര പതിറ്റാണ്ടിൻ്റെ രാഷ്ട്രീയമാണ്. അത്രത്തോളം 10-25 വയസ്സിൽ പാർലമെൻ്ററി രാഷ്ട്രീയം തുടങ്ങിയ ഒരാൾ, അതിനുശേഷം കേരളം കണ്ട ഇടത് പാർട്ടി സെക്രട്ടറിമാരിൽ ഏറ്റവും ശക്തനായ ഒരാൾ, ആ നിലയ്ക്ക് കണ്ട ഒരാളെ എങ്ങനെയാണ് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു, ഇനി മുതൽ ഇല്ല എന്നൊരു തിരിച്ചറിവ് ചരിത്രപരമായൊരു നിമിഷം ഉണ്ടാകുമോ എന്നൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ എന്ന പേര്, ഒരൊറ്റ പേര്, PR സുനിൽ നിന്ന് MA ബേബിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം നമ്മളോട് റിപ്പോർട്ട് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ ഇടത് രാഷ്ട്രീയത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സൂചികൾ ഒരു കുതിപ്പിന് തയ്യാറാകുന്ന ഒരു ത്രസിപ്പ് നമുക്ക് നേരിട്ട് അനുഭവിക്കാനും സാധിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. നോക്കൂ, 5 വർഷം തുടർച്ചയായി ഭരിച്ചിട്ട്, കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പും തുടർഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 5 വർഷം തികച്ചു ഭരിച്ചിട്ട് വീണ്ടും ഒരു തുടർഭരണം നേടുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കൂ, അതിന് മുൻപുള്ള ഇപ്പോൾ 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ആ പ്രചാരണത്തെ നയിക്കാൻ 2 പേരുണ്ടായിരുന്നു. VS ശക്തിയുക്തം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശേഷം പിണറായി വിജയനാണ് വരുന്നത് എങ്കിലും. പക്ഷേ 2021 തിരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് പിണറായി വിജയന് അർഹമായ തിരഞ്ഞെടുപ്പ് വിജയമാണ്. അതിൻ്റെ മുഴുവനും നേതൃത്വം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അത് അവകാശപ്പെട്ട ഒന്നാണ്. അജയ്യനാണ് വിജയൻ എന്ന് കേരള രാഷ്ട്രീയത്തിൽ എഴുതി ഒപ്പു ചാർത്തിക്കൊണ്ടാണ് തുടർഭരണം പിണറായി വിജയൻ സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ്.